ഹലോ മുത്തുമണീസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ നമ്മുടെ കുറച്ച് ജോലികളും പിള്ളേർ സ്കൂളിൽ പോകുന്നതിൻ്റെ ബഹളമയങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 4 മണിയായപ്പോൾ എഴുന്നേറ്റായിരുന്നു. എൻ്റെ നാത്തൂൻ്റെ കുട്ടികൾ ഇവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ 4 മണിയായപ്പോൾ എഴുന്നേറ്റു. അപ്പോൾ ഇന്ന് കോവയ്ക്ക തോരനും ചമ്മന്തിയാണ് കേട്ടോ ഞാൻ കൊടുത്തു വിടുന്നത്. അപ്പം ഞാൻ രാവിലെ അരി അടുപ്പത്തിട്ട് പാത്രങ്ങളൊക്കെ രാത്രിയിലെ കഴുകി വെച്ച് അടിച്ചു വാരി വെച്ചതുകൊണ്ട് രാവിലെ വേറെ കഴുകാനും അടിക്കാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ രാവിലെ കോവയ്ക്കൊക്കെ രാത്രി ആയതുള്ളൂ, നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ കോവയ്ക്കൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് കോവയ്ക്ക തോരനും തേങ്ങാ ചമ്മന്തി മാത്രമേ ഉള്ളൂ. മീൻ ഇരുന്നുണ്ടായിരുന്നു, തീർന്നു പോയി. പിന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം തേങ്ങാ ചമ്മന്തിയാണ്. നമ്മുടെ ഇഞ്ചി ഉള്ളി മുളക് പുളിയൊക്കെ വെച്ചിട്ടുള്ള തേങ്ങാ ചമ്മന്തി, അതും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6-6:30 ആയെന്ന് തോന്നുന്നു കേട്ടോ. വെട്ടമൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. ഇവിടെ ആൾക്കാർ എഴുന്നേറ്റ് തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഇട്ടങ്ങ് കുടിച്ചു. ഇവിടെ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും മതിയില്ല, അല്ലെങ്കിൽ തണുത്ത് പോകുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ രാവിലെ എല്ലാവരും ചായ കുടിച്ചു എന്ന് വിചാരിക്കുന്നു. ഞാൻ രാവിലെ ആയതുകൊണ്ടാണ് ഗുഡ് മോർണിംഗ് പറഞ്ഞത്. നിങ്ങളിത് എപ്പോൾ കാണുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അന്നേരം ഏതാണോ അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. അതെ, ഇവിടെ കുഞ്ഞു കലോത്സവത്തിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് അവൾക്ക് നാടൻ പാട്ടുണ്ട്. അപ്പോൾ അവൾ തൊണ്ട കീറി പാടാൻ പോകണമെന്ന് അല്ലേ കുഞ്ഞു? ഭയങ്കര ചമ്മല. ഓർത്തതേ കുളിയൊക്കെ കഴിഞ്ഞ് മേക്കപ്പ് ചെയ്യാൻ പോവാണ്. കണ്ടു, ഭയങ്കര നാണം എൻ്റെ കൊച്ചിനെ. ഒരാളവിടെ പല്ലിരിക്കുന്നുണ്ട്. അപ്പോൾ ഫുൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. അല്ലേ, അപ്പോൾ എഴുന്നേറ്റ് വന്നിരിക്കുകയാണ് ഗൈസ്. കണ്ടോ, അമ്മേൻ്റെ മുന്നേ എഴുന്നേറ്റു. ഇനി സ്കൂളിൽ പോകുന്നില്ലേ? അങ്ങനെ എല്ലാവരും എഴുന്നേറ്റു. ഇനിയിപ്പോൾ സ്കൂളിൽ പോകണം അല്ലേ? തരാം. നമ്മൾ ഇന്ന് വീഡിയോ എടുക്കുന്നത് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകുന്നതാണ്. നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവം ഈ പിള്ളേർക്ക് ഇത്ര കൊടുക്കുന്നുള്ളൂ എന്ന്. ഇതിന്റെ പാതി പോലെ വൃത്തിട്ടന്മാർ കളഞ്ഞിട്ടാ തന്നെ തിന്നത്തില്ല. മാർക്കൊക്കെ തിന്നാൻ മടിയാണ് ഗൈസ്. വണ്ണം വെക്കുമെന്നും പറഞ്ഞോണ്ട് ക്ലാസ്സിലിരുന്ന് ഉച്ചയാകുമ്പോഴേക്കും ഉള്ളതെല്ലാം കൂടെ വെട്ടി വിഴുങ്ങി വയറി സ്ഥലമില്ലാണ്ടാവും ഗൈസ്. പൊന്നിന്റെയാ കുടിച്ചോ. നമ്മളിതുപോലും കഴിക്കുകയില്ല. പാത്രം എന്തപ്പാ കാപ്പി കുടിച്ചോ? എന്നാ എടാ, നീയാലേ അതെടുത്ത് കുടിച്ച കുഞ്ഞേച്ചിയുടെ കാപ്പി. സെറ്റ് ഗൈസ്. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് സ്കൂളിൽ പോകുകയാണ്. അപ്പൊ നമ്മൾ കഴിക്കാൻ പോകുന്നതാണ് നൂഡിൽസ്. ചേട്ടൻ മണിയാൻ പോവാണ്. ഇതാണ് ഞാൻ. എന്നെ ആരും കണ്ടിട്ടില്ലല്ലോ.
അനിയത്തി. അവളുടെ പേരാണ് അല്ല, നിങ്ങൾ അമ്മൂന്ന് വിളിച്ചാൽ കേട്ടോ. ഞങ്ങളുടെ അമ്മുക്കുട്ടിയാണ്. അതെ അതെ, ഞങ്ങളുടെ കുഞ്ഞമ്മണി. അതെ, സൗണ്ട് കുറച്ചൊക്കെ. ഞങ്ങളുടെ വീട്ടിലെ കലാകാരിയാണ്, കലാതിലകമാണ്, എല്ലാമാണ്. അതെ, അവൾ ഇന്ന് കലോത്സവത്തിനുമാണ്. അതെ, അവിടെ നാടൻ പാട്ടുണ്ട്. പോയിട്ട് വരുമ്പോ അറിയാം എന്താകുമെന്ന്. അതെ, ഇന്നലെ എന്തിനായിരുന്നു പോയത്? വന്ദേമാതരത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഇവര് പോയെന്നില്ല, ഇവർക്ക് ഫസ്റ്റ് ഉണ്ട് കേട്ടോ. 30 പിന്നെ കരാട്ട ഉണ്ട്. പിന്നെ എന്തുട്ടാ, SPC കേഡറ്റ് ആണ്. കുട്ടി പോലീസാണ്, കുട്ടി പോലീസ്. ചുമ്മായാ അല്ല, സത്യമായിട്ടും റൂൾസ് ഒന്നും അനുസരിക്കാത്ത പോലീസ്. റൂൾസ് ആർ റെഗുലേഷൻസ് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് അവൾ ഊന്നി പറയുകയാണെങ്കിൽ, ഇവർക്ക് തിന്നാൻ കൊടുത്താനുള്ള ഒരു കാര്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പു കെയർ ചെയ്തോണ്ടിരിക്കുക. നീ കൊണ്ട് കിടക്കലായിക്കടി. അവന്മാർക്ക് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അഭിക്കുട്ടൻ ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ബട്ട് പാൻറ് ഇട്ടിട്ടില്ല ഗൈസ്. ആർക്ക്? അതെ, ഇവൾമാരെ പട്ടിണി ഇടാൻ പോവാ ഞങ്ങളിനി. പട്ടിണി ഇട്ട് ഞങ്ങൾ ശരിയാക്കും. കഴിക്കടി. എനിക്ക് സാധനം രാവിലെ കഴിച്ചിട്ടൊന്നും ഇഷ്ടമല്ല. അതെ, വണ്ണം വെക്കുമെന്നുള്ള പേടി കൊണ്ടല്ല. അപ്പു എന്റെ പാത്രത്തിലേക്ക് ഇട്ട് ഞാൻ അത് തിരിച്ചിടും കേട്ടോ. കള്ളം പറയാ. ഈ വീഡിയോയിൽ ഫുൾ റെക്കോർഡാ. ഞങ്ങളിപ്പോ നോക്കും, വീഡിയോ ബാക്കപ്പ് ചെയ്ത് ഞങ്ങൾ നോക്കും. ഇതാണ് സ്ഥിര ഈ വീട്ടിൽ നടക്കുന്ന ലഹള. കണ്ടോ അവളെ പറ്റില്ല. നീ അവിടെ ഇരുന്നോട്ടെ. അവളെ പോയി. നീ ഇട്ടിട്ട് പോക്കോ. കൈകടി. അവളും പോയേ. എന്റെ പൊന്നോ, നൂഡിൽസ് നിന്ന് ഞാൻ ഒരു വഴി, ഞാനല്ല അല്ലെങ്കിൽ തന്നെ തിന്നു ഇങ്ങനെയായി. അച്ഛ പോയോടാ? അയ്യോ, ചേട്ടായി പോയി. ചേട്ടാനെ കാണിച്ചാൻ പറ്റിയില്ല. ബഹളത്തിനിടയ്ക്ക് ചേട്ടായി പോയി. കേസ് ഇതൊക്കെയാണ് ഈ വീട്ടിൽ നടക്കുന്ന കോലാകലഹങ്ങൾ. അപ്പൊ വേഗം കഴിക്ക്, സ്കൂളിൽ പോകാം. അബിക്കുട്ടൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുങ്ങി കഴിഞ്ഞ് പഠിച്ചത്. അപ്പൊ അവര് പോവാണ് ഗൈസ്. അതെ, അപ്പൊ ആദ്യത്തെ 2 ബാച്ച് പോയി കഴിഞ്ഞു. അല്ല, ഒരു ബാച്ച്. ടാറ്റാ കുഞ്ഞാ, ടാറ്റ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ആ, അപ്പൊ അവൾമാര് പോയി. ഇനി ഇവന്മാരാണ്. അബിക്കുട്ടൻ നൂഡിൽസ് കഴിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ബുക്ക് പുസ്തകം എടുത്ത് വെച്ചേ. എടുത്തു പോയി പോയിട്ടില്ല. പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പം അമ്മമാർ രാവിലെ എടുത്ത് ഏതെങ്കിലും ഡ്രസ്സ് തരും, എന്നിട്ട് ഇതിട്ടുകൊണ്ട് പൊക്കോണെന്ന് പറയും. ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഇട്ടുകൊണ്ട് പോകും. പക്ഷെ ഇപ്പോഴത്തെ ഈ കുഞ്ഞു കുരുട്ടടയ്ക്ക് പോലും അതൊന്നും പറ്റത്തില്ല. അവന്മാരിഷ്ടപ്പെടുന്ന ഡ്രസ്സ് അല്ലാതെ
പാൻ്റ് അവന്മാർ ഇഷ്ടപ്പെടുന്നത്, ഷർട്ട് അവന്മാർ ഇഷ്ടപ്പെടുന്നത്, നമ്മുടെ ഇഷ്ടത്തിനൊന്നും ഒരു വിലയില്ലാണ്ടായി. ഞാൻ വേറൊരു ഷർട്ട് എടുത്ത് വെച്ചിരുന്നു, അവൻ അത് വേണ്ട, അവന് തൊപ്പിയുള്ള ബനിയൻ തന്നെ മതി. ഭയങ്കര എടാ കൂടെ ചീപ്പ് താടാ. അപ്പൻ്റെ ചീപ്പെല്ലാം എടുത്ത് അവൻ പോക്കറ്റിനകത്ത് വയ്ക്കും. അവനും പോക്കറ്റിൽ വേണ്ടേ? എന്തിന്? പിന്നെ നോട്ട് ഞാൻ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്, ഉണങ്ങി കഴിഞ്ഞ് തരാട്ടോ. ഇരുന്നേ അവിടെ. 400 ഇല്ല, 200 രൂപ കുഞ്ഞിന് കൊടുത്ത്, 200 രൂപ ഞാനിന്ന് അടിമാലിക്ക് പോകും. നിന്റെ പൈസ അങ്ങ് തരുമോ? അതെന്താ 50 രൂപ കണക്ക് അവിടെ ഇന്ന മുട്ടേ. ഞാൻ 200 എടുക്കുന്നുള്ളൂ നിന്റെ കൊടുക്കാൻ. ആ 200 ഞാൻ ഇന്ന് വൈകുന്നേരം തരും, അത്രേ ഉള്ളൂ. നീ പോടാ, എന്റെ വേറെ കാശില്ല, ഞാൻ പാപ്പര. ദിസ് ഈസ് വെരി ടു മച്ച് ഗൈസ്. നമ്മൾ അവർക്ക് കൊടുക്കുന്ന പൈസക്ക് കണക്കില്ല. അയ്യോ എന്നെ കാണുന്നില്ല. പക്ഷെ ഇവൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് 100 എടുത്തിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ കണക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് മേടിക്കും. ഓ മൈ ഗോഡ്. അതെ, അബുക്കുട്ടൻ്റെ ലുക്ക് ഇതാണ്, പാരട്ട ലുക്ക്. അത് കഴുകേണ്ട ഡ്യൂട്ടി ആരുടെയാ? അബിക്കുട്ട കൊച്ചിൻ്റെ ചെരുപ്പൊന്ന് കഴിക്കണം. നിന്റെ ചെരുപ്പ് കഴുകുമ്പോൾ നിന്റെ അനിയൻ്റെ കൂടെ കഴുകണം എന്നറിയത്തില്ല. അവന് പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ കഴുകി കൊടുക്കാൻ? അമ്മയുണ്ടല്ലോ. അമ്മയുണ്ട്, എല്ലാം അങ്ങനെ അമ്മമാരെ കൊണ്ട് ചെയ്യിക്കാൻ നിൽക്കല്ലേ. നീ കഴുകണം, നിന്റെ അനിയന്റെ കഴുകാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. നീ ചെരുപ്പെടുത്തോണ്ട് പോകുമ്പോ അവന്റെ കൂടെ എന്തോ എടുത്തോണ്ട് പോവാഞ്ഞേ? അയ്യോ ലിപ്സ്റ്റിക് ഉണ്ടല്ലേ നിനക്കല്ലേ? എനിക്കിടാൻ. അയ്യോ ആ ലിപ്സ്റ്റിക് എന്താന്ന് അറിയത്തില്ല, അതായിരുന്നു നല്ല ലിപ്സ്റ്റിക്. കുങ്കുമം നിനക്ക് അതെയോ? സുന്ദരനായോ? അപ്പൂൻ്റെ പല്ലിളകിട്ടോ? ഏതുപോലെ അപ്പൂ ഇളക്കുന്നുണ്ടോടാ? ഞാൻ ഇളക്കാറില്ല. എൻ്റെ പോണീൻ്റെ ഇത് കുഞ്ഞിപ്പല്ല് ആദ്യം വന്ന പല്ല് ഇളകി. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം കേട്ടോ. തുടക്കി തുടയടാ. രാവിലെ പല്ല് തേച്ചില്ലേലും എത്ര പട്ടിണിയാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ലിപ്സ്റ്റിക്ക് അതെനിക്ക് നിർബന്ധ. നമ്മുടെ ദാരിദ്ര്യം കണ്ട, നമ്മുടെ ദാരിദ്ര്യം കഷ്ടപ്പാടൊക്കെ നമ്മൾ മാത്രം അറിഞ്ഞാൽ പോലെ. എന്തിനാ നാട്ടുകാരെ കാണിക്കുന്നത്? അവരുടെ മുന്നിൽ നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കണം. പക്ഷെ ഞങ്ങളുടെ ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇച്ചിരി ലിപ്സ്റ്റിക് ഒന്ന് ഇട്ട് കഴിഞ്ഞു ഓ എന്നെ ചുണ്ടൊക്കെ എടുത്ത് തൂത്തോണ്ട് പോകുന്നേ. നിൻ്റെ വീട്ടിൽ ഇങ്ങനെയല്ലല്ലോ അവസ്ഥ എന്ന് ചോദിക്കും. ആയിക്കോട്ടെ, ബട്ട് ഐ ഡോണ്ട് കെയർ. നമ്മളങ്ങനെ അവരെ പറ്റി കെയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവരുടെ കെയറിലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതും കെയർ ചെയ്യണ്ട. പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയെന്ന് പറഞ്ഞപ്പോഴത്തേനും ഈ സമയമായോ എൻ്റെ ബന്ധുക്കളല്ല എൻ്റെ കസിൻ സിസ്റ്ററിൽ ഒരാൾ പറഞ്ഞു, എന്ത് വീഡിയോ ആടി ചെയ്യുന്നത്, ചളി വീഡിയോ ആണല്ലോ ചെയ്യുന്നത്, ഇച്ചിരി നിലവാരമുള്ളതൊക്കെ ചെയ്തുകൂടെ? നമ്മൾ പെർഫെക്റ്റ് അല്ല, ഒന്നിനും ആരും ഒരിക്കലും പെർഫെക്റ്റ് അല്ല. നമ്മളൊക്കെ ഇങ്ങനെ ചെയ്ത് പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ. അല്ലാതെ ഞാനിത് വീഡിയോയുടെ കാര്യങ്ങളൊന്നും PhD എടുത്ത് പഠിച്ചിട്ട് വരുന്ന ആളൊന്നുമല്ല. എല്ലാവരും ചെയ്യുന്നു കണ്ടിട്ട് അതുപോലെ നമ്മുടേതായ ചെറിയ രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തി ചെയ്യുന്നു. പറയുന്നവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഐ ഡോണ്ട് കെയർ.
അത്രേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു എന്തിനാ പിന്നെ വീട്ടുകാർക്ക് നാണക്കേട് ഉണ്ടാക്കുന്നത്, നമുക്ക് നിർത്തിയാലോ. പിന്നെ എന്താ ചെയ്യുക, അവരിങ്ങനെ മെസ്സേജ് അയക്കാം. പിന്നെ നമ്മളെന്തെങ്കിലും ചെറിയൊരു പാളിച്ചകൾ എന്ത് ചെയ്താലും വരും. അപ്പോൾ ആ വീഡിയോ എടുത്ത് നമ്മുടെ ഫാമിലി ഗ്രൂപ്പ് ഷെയർ ചെയ്തിട്ട് ഇത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുക. നിൻ്റെ ചാനൽ ഞങ്ങൾ റിപ്പോർട്ട് അടിച്ചു വിടും എന്നൊക്കെ പറയുക. വേണ്ട, സപ്പോർട്ട് ചെയ്യേണ്ട എന്നെ വീട്ടുകാരും സപ്പോർട്ട് ചെയ്യേണ്ട. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ചേട്ടായും എൻ്റെ കുട്ടികളും ഒക്കെ ഉണ്ട്, അവരുടെ സപ്പോർട്ട് മാത്രം മതി. പിന്നെ എൻ്റെ ഏറ്റവും അടുത്ത കുറച്ച് ഫ്രണ്ട്സ്, സൗമ്യ ട്രിപ്പിൾസ് വ്ളോഗ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാളാണ്. പിന്നെ എൻ്റെ ആസിയ, ബിനീത, ഇവരൊക്കെ മതി. ഈ തുച്ഛമായ ആൾക്കാർ മതി. പിന്നെ ഈ 100-800 പേര് എന്നെ സപ്പോർട്ട് ചെയ്തില്ലേ, അവർക്കൊക്കെ എന്നെ ഇഷ്ടപ്പെട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ട്, അവരൊക്കെ മാത്രം മതി. എൻ്റെ ചക്രമുത്ത് ഓണീസാണ് കേട്ടോ 200 പേരും. താങ്ക് യു സോ മച്ച്. പിന്നെ ഈ നെഗറ്റീവ് പറയുന്നവരൊന്നും ഞാൻ മൈൻഡ് ചെയ്യാക്കാൻ പോകാറില്ല. കാരണം സ്വന്തമായിട്ട് ഫോണിൽ ഒരു ഫോട്ടോ എടുക്കാൻ അറിയാൻ പാടില്ല, അല്ലെങ്കിൽ സ്വന്തമായിട്ട് വേണ്ട ഇൻസ്റ്റഗ്രാമിൽ 15 മിനിറ്റുള്ളൊരു വീഡിയോയിൽ കറക്റ്റ് ലിപ്പ് സിങ്ക് കറക്റ്റ് ആക്കി ഒരു വീഡിയോ എടുക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത ഇവർ പറയുന്ന കാര്യം ഞാൻ ശ്രദ്ധിക്കണോ കേൾക്കണോ? വേണ്ട. നമ്മൾ എന്ത് ചെയ്താലും അതിന് നെഗറ്റീവ് പറയാനേ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ കാണും, പോസിറ്റീവ് പറയാൻ ആരും കാണത്തില്ല. അപ്പോൾ അതൊക്കെ അങ്ങ് ഇഗ്നോർ ചെയ്ത് വിട്ടേക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളത്. ഇനി ഇവന്മാർ റോട്ടിൽ കയറാൻ പോവാണ്, നേരെ സ്കൂളിൽ പോകും. പിന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് മൈ ബേബി, ഓ മൈ ഗോഡ്, പോകാൻ സമയം എവിടെ നിന്ന് വ്ളോഗ് എടുത്തോണ്ടിരുന്ന വണ്ടിയുടെ വഴിക്ക് പോവും. എനിക്ക് പിന്നെ ഇവന്മാരെ വിട്ടിട്ട് വന്നിട്ട് പിന്നെ ചടവടയെന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വേണം എനിക്ക് ആശുപത്രിയിൽ പോകാൻ. എൻ്റെ ഈ കൈയുടെ ഇവിടെ എന്ത് ചൊറിച്ചിലാണോ വേദനയാണോ എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. വേദന എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പെയിനും അല്ല, എനിക്കറിയത്തില്ല. എന്തോ ഒരു ഇതുണ്ട് ഈ കൈ കണ്ടിങ്ങനെ വണ്ണം വെച്ചിരിക്കുന്നത്. ടോട്ടൽ എനിക്ക് വണ്ണം ഉണ്ട്, എൻ്റെ കൂടെ ഇതും കൂടി ആയപ്പോൾ ഓക്കെ. കാണിച്ചുതരാം, ഇത് കണ്ടോ, ഇത് കരിയാട്ടോ. അടുക്കള പണിയെന്ന് പറഞ്ഞ കയ്യിൽ ഇതൊക്കെ സർവ്വസാധാരണ. ഓക്കെ, ഇത് ഇച്ചിരി എൻ്റെ വയറ് പോലെ ഇരിക്കുന്നുണ്ട്, ഇതിന് അത്ര ഇല്ല. അതുകൊണ്ട് ഇത് തൊടുമ്പോൾ ഭയങ്കര എന്തോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ. എന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇവിടെ കിടന്ന് അലമ്പും ബഹളവും. സ്കൂളിൽ പോകാൻ നേരത്തെ 4 എണ്ണങ്ങളും കൂടെ ആൾമാരും കൂടെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ജോളിയായിട്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ രാവിലത്തെ കുട്ടി കുട്ടി വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇവിടെ വേടാ. അപ്പോൾ ഞങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ ബൈ. നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നാ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂട്ടാക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ പരിചയപ്പെടുത്താനും മറന്ന് പോകരുത്. ആരും ഇവിടെ ചെയ്യുന്നില്ല കേട്ടോ, നിങ്ങൾക്കൊന്നും ഒരു അനുസരണയില്ല. എൻ്റെ പൗഡറാ. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ